രാജ്യത്ത് എഴുത്തുകാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ പേരിൽ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുകയും അക്കാദമി അംഗത്വം രാജിവെക്കുകയും ചെയ്തതിനെതിരെ എഴുത്തുകാരൻ എം മുകുന്ദൻ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയിട്ട് കാര്യമില്ല, അക്കാദമി അംഗത്വം രാജിവെക്കാതെ തിരുത്തൽ ശക്തിയായി നിൽക്കണമായിരുന്നു. അതേസമയം ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തിൽ രാജ്യത്തെ എഴുത്തുകാർ ഭീതിയിലാണെന്നും എം മുകുന്ദൻ പറഞ്ഞു. പുരസ്കാരങ്ങൾക്കൊപ്പം ലഭിച്ച പ്രശസ്തി തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുരസ്കാരങ്ങൾ മാത്രം തിരികെ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. കൂടാതെ BJP സർക്കാരല്ല തനിക്കുൾപ്പെടെയുള്ള എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ നൽകിയത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണഘടന പോലെയല്ല, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭരണഘടന അത് ശരിക്കും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിൽ ഗവൺമെൻറ് ഇടപെടുന്നേ ഇല്ല. പുരസ്കാരം നൽകുന്നത് പോലും ഈ പറഞ്ഞ 100 എഴുത്തുകാരുടെ ജനറൽ കൗൺസിലിൻ്റെ ഒക്കെ അംഗീകാരത്തോടു കൂടിയാണ്. അപ്പോൾ എഴുത്തുകാർ തരുന്ന ഒരു പുരസ്കാരമാണത്. കുറച്ചുപേർ മാത്രം അക്കാദമി അംഗത്വം രാജിവെച്ചിട്ട് കാര്യമില്ല, പകരം അക്കാദമിയിൽ തുടർന്ന് തിരുത്തൽ ശക്തിയാവുകയായിരുന്നു വേണ്ടിയിരുന്നത്. അക്കാദമിയിൽ തന്നെ നിന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തി പ്രവർത്തിക്കണമായിരുന്നു. അക്കാദമി നമ്മുടേതാണ്. ഇപ്പോൾ അക്കാദമിക്ക് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ, ഒരു ഇടർച്ച സംഭവിച്ചാൽ നമ്മൾ എഴുത്തുകാർ അക്കാദമി ഉപേക്ഷിക്കല്ലേ ചെയ്യേണ്ടത്. ഭാരതം ഫാസിസത്തിന്റെ പിടിയിലേക്കാണ് നീങ്ങുന്നത്. BJP സർക്കാരിനെതിരെ പ്രതിഷേധിച്ചവർ പോലും ആക്രമിക്കപ്പെടുകയാണ്. രാജ്യത്തെ എഴുത്തുകാർ ഉൾപ്പെടെ ഈ അവസ്ഥയിൽ ഭീതിയിലാണെന്നും എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. ഒരു ഭീതിയുടെ അന്തരീക്ഷമുണ്ട്. ഇപ്പം എഴുത്തുകാർക്ക് ഭീതിയുണ്ട്. അത് ഒരുപക്ഷെ മലയാളി എഴുത്തുകാർക്ക് അത് കുറവായിരിക്കാം. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഒരു ഭീതിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലുണ്ടത്. കൊല്ലം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ. റിപ്പോർട്ടർ, കൊല്ലം.